പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോസഫ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ഇടവക്കാരനാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ 30 കൊല്ലം മിലിറ്ററി സർവീസ് കഴിഞ്ഞ ഡിസംബർ 31 റിട്ടയർ ചെയ്തു. എൻ്റെ മോൾ BDS ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയത്താണ് ഞാൻ റിട്ടയർ ചെയ്തത്. അപ്പോൾ കിട്ടുന്ന പെൻഷൻ കൊണ്ട് മോളുടെ പഠിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വർഷം കുറഞ്ഞത് 2.5 ലക്ഷം രൂപയെങ്കിലും വേണം. അപ്പോൾ ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ജനുവരി 19 ഇവിടെ നടന്ന ലീഡേഴ്സ് ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുകയും അതിനിടെ കൗൺസിലിംഗ് സഹിയോൻ എഫ്രൈം സെൻറ്ററിൽ എല്ലാ മാസവും ലീഡേഴ്സിന് വേണ്ടിയുള്ള ഒരു ധ്യാനമുണ്ട്. 100 പേർക്ക് രജിസ്ട്രേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ റിട്രീറ്റ് പ്രോഗ്രാമാണ് എല്ലാ മാസത്തിലും നടക്കുന്ന ലീഡേഴ്സ് റിട്രീറ്റ്സ്. ആ റിട്രീറ്റിൽ ഒരു റിട്രീറ്റ് അല്ലേ, നവംബർ മാസത്തിലാണ് കൂടിയത്. ഏത് മാസത്തിലാണ് കൂടിയത്? ജനുവരി മാസത്തിലെ റിട്രീറ്റ് ലീഡേഴ്സ് റിട്രീറ്റ് പ്രോഗ്രാമിൽ കൂടി. അങ്ങനെ ലീഡേഴ്സിൻ്റെ റിട്രീറ്റ് പ്രോഗ്രാമിൽ കൂടാൻ ആഗ്രഹിക്കുന്നവർ സെഹിയോൻ എഫ്രൈം സെൻറ്ററിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ അറിയാം. സെഹിയോൻ റിട്രീറ്റ് സെൻറ്റർ പോലെ തന്നെ കർത്താവ് നൽകിയിട്ടുള്ള മറ്റൊരു റിട്രീറ്റ് സെൻറ്ററാണ് സെഹിയോൻ എഫ്രൈം റിട്രീറ്റ് സെൻറ്റർ. അത് ലീഡർമാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാണ്. ലീഡർമാർക്കും പിന്നെ കന്നഡ ധ്യാനങ്ങൾ, വളർച്ചാ ധ്യാനങ്ങൾ നടക്കുന്ന മറ്റൊരു മേഖലയാണത്. അപ്പോൾ അതിൻ്റെ നമ്പർ വിളിച്ചാൽ അതിൻ്റെ ധ്യാന ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അവിടെ വന്ന് കൂടി അല്ലേ. എന്നിട്ട് എന്തുണ്ടായത്? ആ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് കൗൺസിലിങ്ങിനിടയിൽ അച്ഛൻ പറഞ്ഞു എനിക്ക് ഉടനെ തന്നെ വേറൊരു ജോലി കിട്ടും. അത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ എനിക്ക് ആർമിയുടെ ഡിഫൻസ് സെക്യൂരിറ്റി ക്രോപ്സിൽ CM റാങ്കിൽ ജോലി കിട്ടി. ഒറ്റ മാസത്തിനുള്ളിൽ തന്നെ. നോക്ക്, കർത്താവിന് മുമ്പിൽ തീരുമാനം. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യും, ഞാൻ കർത്താവിൻ്റെ വേലക്കാരനാണെന്ന് അഭിമാനിക്കുന്നു. തീരുമാനം എടുത്ത ഉടനെ ദൈവം ജോലി മേഖലകളിൽ ഉയർച്ച കൊടുത്ത് അനുഗ്രഹിച്ചു. ഇപ്പോൾ സുവിശേഷ വേലയും ചെയ്യാം, ജോലിയും ചെയ്യാം. നല്ല അല്ലേ, എല്ലാ മേഖലകളിലും ദൈവം ഒരു അനുഗ്രഹം തുറന്നു തന്നു. അതനുസരിച്ച് മാർച്ച് അവസാനത്തിലൂടെ തന്നെ എൻ്റെ 2 മാസ കോഴ്സ് തീരുകയും ബാംഗ്ലൂരിൽ എൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് തന്നെ എനിക്ക് പോസ്റ്റിംഗ് കിട്ടുകയും ചെയ്തു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായി യേശുക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യണത് ഒരു നിസ്സാര കാര്യം. സ്വർഗം സന്തോഷിക്കുന്ന ഒരു വൻ കാര്യമാണ് ദൈവരാജ്യ വേലയിൽ എന്തെങ്കിലും ഒരു പങ്കാളിത്തം എടുക്കാൻ സാധിക്കുന്നത്. ഒരു 10 പേരോട് സുവിശേഷത്തെക്കുറിച്ച് പറയുക, ഒരു 10 പേരോട് യേശുവിനെ കുറിച്ച് പറയുക, 10 പേരോട് ഇങ്ങനെയുള്ള ധ്യാനങ്ങളെ കുറിച്ച് പറയുക. അതുവഴി ദൈവരാജ്യത്തിൻ്റെ വലിയൊരു ശുശ്രൂഷയിൽ നിങ്ങളും പങ്കാളിയാവുകയാണ് ചെയ്യുന്നത്. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. സ്തുതിക്കുന്നു നാഥാ നിൻ ശക്തി, വാഴ്ത്തുന്നു നാഥാ നിൻ നാമത്തെ. സ്തുതിക്കുന്നു നാഥാ നിൻ ശക്തി, വാഴ്ത്തുന്നു